ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോണത്. 8 മാർക്കിനും 5 മാർക്കിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാന്ന് പറയുന്ന ചില ടോപ്പിക്സ് ആണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാണ്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോകണം. എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള വളരെ ചാൻസ് കൂടുതലാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം 100% ചാൻസ് ഉണ്ട് എന്ന് തന്നെ പറയാം. നമുക്ക് എസ് എ ക്വസ്റ്റ്യൻസ് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. മൂന്നെണ്ണം തന്നിട്ട് 2 എണ്ണം എഴുതാനായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അപ്പൊ ഏതൊക്കെ ഭാഗത്തു നിന്നായിരിക്കും മെയിൻ ആയിട്ട് എസ് എ ക്വസ്റ്റ്യൻസ് ചോദിക്കുക? ഒന്ന് ബഡ്ജറ്റ് ലൈൻ ആണ്. ബഡ്ജറ്റ് ലൈനിൽ നിന്ന് നമുക്ക് എസ് എ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ക്വാർട്ടർലി എക്സാം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ലൈനിൽ നിന്ന് എസ് എ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല, അതായത് ബഡ്ജറ്റ് ലൈൻ വരൂല എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവരെന്താക്കും നമ്മുടെ മുൻപുള്ള പോർഷൻസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഇടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഷോർട്ട് റൺ കോസ്റ്റ്, അതായത് നമ്മൾ TVC അതേപോലെ TFC ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AVC അതേപോലെ AFC ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഇത് ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ അത് 8 മാർക്കിന് ചോദിക്കാം. 8 മാർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ B ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ടാബുലാർ ഫോമിലായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. അപ്പൊ ആ ഒരു ഭാഗം എന്താക്കാൻ നല്ല രീതിയിൽ നോക്കി വെക്കാം. പിന്നെ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 മെത്തേഡുകൾ. അത് ചിലപ്പം ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഏതെങ്കിലും 2 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അവരെന്താക്കും, അവർ പറയും, അവര് ക്വസ്റ്റ്യനിൽ തന്നെ പറയും. ചിലപ്പോൾ ഇൻകം മെത്തേഡോ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡോ ഏതാന്നുള്ളത് അവർ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താക്കാം, ആ 3 എണ്ണം നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ആ 3 എണ്ണം എന്താക്കാം നല്ല രീതിയിൽ നോക്കി വെക്കാം. പിന്നെ അടുത്ത നമ്മളെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള മോണിറ്ററി പോളിസീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ല, നമ്മുടെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലേഷൻ്റെ ഡിഫ്ലേഷൻ്റെ ഒക്കെ ടൈമിൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ്, കുറച്ച് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. മോണിറ്ററി പോളിസീസ് നമ്മൾ ബാങ്ക് റേറ്റ്, അതേപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തതാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. നമ്മൾ 3 സ്റ്റേജുകളായിട്ട് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, നെഗറ്റീവ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് 3 ഭാഗങ്ങളായിട്ട് 3 സ്റ്റേജുകളായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ വിത്ത് ഡയഗ്രാം നിങ്ങൾ എന്താക്കാൻ നോക്കി വെക്കാം. ആ ഡയഗ്രാം നമ്മൾ TFC AVC MC എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഡയഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താക്കാം നല്ല രീതിയിൽ നോക്കി വെക്കാം. പിന്നെ അടുത്തതാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം. നമ്മൾ ഗ്രാഫായിട്ട്, അതായത് നമ്മൾ ഗ്രാഫായിട്ട് പറഞ്ഞിരിക്കണേ സപ്ലൈ ഡിമാൻഡിന് ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അത് ഇൻകം, പ്രൈസ്, ക്വാണ്ടിറ്റി ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അതിന്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരിക്കണേ. ഇക്വേഷൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കുക, ഗ്രാഫിക്കലി നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ 8 മാർക്കിന് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഭാഗങ്ങളാണ് ഇത് എന്ന് പറയുന്നത്. അപ്പൊ എന്താക്കുക, ഇത് മിസ് ഔട്ട് ചെയ്യാണ്ട് പോവാ. അടുത്തതാണ് അടുത്ത കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്നുള്ളത്. ഓക്കെ, അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ കാര്യത്തിനാണ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് 4 മാർക്കിനോ 3 മാർക്കിനോ അതല്ലാന്നുണ്ടെങ്കിൽ 2 മാർക്കിനോ ഒക്കെ ഇനി 5 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഭാഗങ്ങളാണ്. ഒന്നാമത്തേതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും സപ്ലൈയും. നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ്, മെഷർമെന്റ്സിൽ വരുന്ന ഡിഫറെന്റ് മെത്തേഡ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നോക്കി പോവാം. പിന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ളത്, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും 4 5 ഫീച്ചർ എഴുതാൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റുന്നതാണ് അല്ലേ. പിന്നെ എന്താണ് പ്രൈസ് സീലിംഗ്, എന്താണ് പ്രൈസ് ഫ്ലോർ എന്നുള്ളത് നമ്മൾ 2 കാര്യങ്ങളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗവൺമെന്റ്, അതായത് നമ്മുടെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്താക്കും, ഒരു പ്രൈസ് ഫിക്സ് ചെയ്യും. അതാണ് പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും. അപ്പൊ അതെന്താക്കാം നോക്കി വെക്കാം. അതിന്റെ ഡിഫറൻസുകൾ എന്താക്കാം പഠിച്ചു വെക്കാം. പിന്നെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, ഇതും വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടുവരുന്നതാണ് എന്ത്, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. വളരെ 2 3 ആ ഒരു സർക്കുലർ ഫ്ലോന്റെ ആ ഒരു ചാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് 3 4 മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എന്താണ് സ്റ്റോക്ക്, എന്താണ് ഫ്ലോ വേരിയബിൾ എന്നുള്ളത്, ഇതും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റോക്കും ഫ്ലോയും കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ഡീറ്റെയിൽസ് സ്റ്റോക്ക് ഏതാണ്, ഫ്ലോ ഏതാണെന്ന് ചിലപ്പോൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. പിന്നെ നോമിനൽ GDP എന്താണ്, റിയൽ GDP എന്താണ്, GDP ഡിഫ്ലേറ്റർ കണ്ടുപിടിക്കാൻ, ഇങ്ങനത്തെ ചോദ്യങ്ങളും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ആണെന്നുള്ളത് അല്ലേ. അപ്പൊ അതെന്താക്കാൻ നോക്കി വെക്കാം. ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അതേപോലെ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ
വേരിയബിൾ ഒക്കെ 3 മാർക്കിനോ അല്ലെന്നുണ്ടെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് 5 മാർക്ക് വരെ അത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ പ്രൈസ് ഓഫ് ഡിമാൻഡ് ഓഫ് സപ്ലൈയും 5 മാർക്ക് വരെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും ഒന്നെങ്കിൽ 4 മാർക്കിന്, അതല്ലാന്നുണ്ടെങ്കിൽ 5 മാർക്കിന് നമുക്ക് ചോദിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് പിന്നെ നമുക്ക് പഠിക്കാന്നുള്ളതാണ് GDP ആൻഡ് വെൽഫെയർ എന്ന് പറഞ്ഞിട്ട്. അതായത് GDPന്റെ ലിമിറ്റേഷൻസ് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് 3 മാർക്കിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ് എന്ത്, GDPന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മണി ആൻഡ് സപ്ലൈയിൽ മെഷർമെന്റ് ഓഫ് മണി സപ്ലൈ 4 മെഷർമെന്റ്സ് ഉണ്ട്. അത് 4 നിങ്ങൾ M1, M2, M3, M4 എന്ന് പറഞ്ഞിട്ട് ഇത് 4 നിങ്ങൾ മിസ് ചെയ്യാണ്ട് എന്തായാലും പഠിക്കണം. നമുക്ക് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കേട്ടോ. 4 മാർക്കിന് നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാന്നുള്ളത്. 1 - MPS ആണ് എന്ത് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിൽ തന്നെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും. ജസ്റ്റ് ആ ഇക്വേഷൻ ഇട്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഒരു 2 മാർക്കിനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 മാർക്കിനോ ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തതാണ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. ഇതൊരു 3 മാർക്കിന് വരെ വരാം. എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് നമ്മളൊരു കഥ പോലെ അത് പറഞ്ഞിട്ടുണ്ട്. ആ കഥ പോലെ തന്നെ പഠിച്ചിട്ട് അതേപോലെ തന്നെ എന്താക്കാൻ നിങ്ങൾ ആൻസറിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ ഫങ്ഷൻസ് ഓഫ് മണി. ഈ ഫങ്ഷൻസ് ഓഫ് മണിയിൽ ചിലപ്പോൾ ബാർട്ടർ സിസ്റ്റത്തിന് മുൻപ് അതെന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ മണി കൊണ്ടുവന്നത്, അപ്പോൾ ഫങ്ഷൻസ് ആണ് എഴുതി വെക്കേണ്ടത്, അല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റത്തിന്റെ ലിമിറ്റേഷൻസ് എഴുതി വെക്കാം. ഇതൊരു 3 മാർക്കിന്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാം. 2 മാർക്കിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലിസ്റ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും. അപ്പൊ എന്താക്കുക, ജസ്റ്റ് ലിസ്റ്റ് മാത്രം ചെയ്ത് കൊടുക്കുക, അല്ലാണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒന്നും ആവശ്യം അവിടെ വരുന്നില്ല. 2 എണ്ണം ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ കറക്റ്റ് 2 എണ്ണം തന്നെ ലിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. നമ്മൾ സെൻട്രൽ ബാങ്കിന്റെ കുറച്ച് ഫങ്ഷൻസ് പഠിച്ചിരിക്കണേ. ഇതൊരു 4 മാർക്കിന്, അതല്ലാന്നുണ്ടെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ്, അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഫങ്ഷൻസും. പിന്നെ അടുത്തതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിഫറൻസ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് നമ്മൾ വായിച്ചു പോയാൽ തന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കി എഴുതാൻ വേണ്ടിയിട്ട് പറ്റും, ഉണ്ടാക്കി എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നമ്മൾ എഴുതുന്ന പോയിന്റ്സ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഒരു 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5 ഡിഫറൻസ് എഴുതി വെക്കാം. ഇനി ഒരു 4 മാർക്കിനാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 ഡിഫറൻസ് നമ്മൾ എഴുതി വെക്കാം. പക്ഷെ നമ്മൾ എഴുതുന്ന ഡിഫറൻസ് വളരെ കറക്റ്റ് ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 മാർക്കിനൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ, അതായത് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. അത് മൈക്രോ ഏതാണ് മാക്രോ ഏതാണെന്നുള്ളത് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ എന്താക്കുക, ഇതുവരെ ഇനിയിപ്പോ പഠിച്ചാലോലൊക്കെ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഒരു ഭാഗങ്ങൾ നിങ്ങൾ മെയിൻ ഇമ്പോർട്ടൻസ് ആയിട്ട് ഈ ഒരു ഭാഗങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു പോവാ, നല്ല മാർക്ക് വാങ്ങാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം അവർക്ക് ഇതൊരു ഉപകാരപ്രദമാകും. ഓക്കെ.